നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ അമ്മയ്ക്ക് PR കിട്ടിയ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തൊക്കെ ചോദിച്ചായിരുന്നു ഈ പേരൻസിന് PR കിട്ടുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് നാട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ പെങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാനഡയിലെത്തിയത് 2015-ലാണ്. അപ്പോൾ അന്ന് മുതൽ പിന്നെ വന്നിട്ട് 2017 അമ്മ അച്ഛനും വന്നു അല്ലേ. 2017 എൻ്റെ അച്ഛനും അമ്മയും വന്നു. ഞങ്ങളിവിടെ വീടെടുത്ത്, ഈ വീടല്ല ബ്രാംപ്ടണിൽ വീടെടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വന്നു. അപ്പോൾ അന്ന് അവർ വന്നത് വിസിറ്റർ വിസയിലാണ് വന്നത്. വിസിറ്റർ വിസ ആണ് നമ്മൾ എടുത്തത്. അത് അവർക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ആണ്, 10 കൊല്ലത്തെ വിസയാണ്. പിന്നെ ഈ വിസിറ്റർ വിസയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് 6 മാസം നിൽക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും, ഒരു 3 മാസം കൂടെ. അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷനൂടെ അവർ അനുവദിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അതിന് ഒരു കാരണം കൊടുക്കണം കേട്ടോ, കറക്റ്റായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 6 മാസം നിന്നിട്ട് മാക്സിമം 1 കൊല്ലം വരെയൊക്കെ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്തൊരു പറഞ്ഞ കാര്യം അറിയുന്നത്. അപ്പോൾ അതാണ് ഈ വിസിറ്റർ വിസയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ സൂപ്പർ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൂപ്പർ വിസ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് അടുപ്പിച്ച് 5 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് അടുപ്പിച്ച് കാനഡയിൽ നിൽക്കാം. അത് നമ്മൾ കൺട്രി വിട്ട് പോയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു സൂപ്പർ വിസയുടെ ഗുണം എന്ന് പറയുന്നത്. വിസിറ്റർ വിസയ്ക്ക് അടുപ്പിച്ച് 6 മാസം നിൽക്കാൻ പറ്റുള്ളൂ, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ സൂപ്പർ വിസയ്ക്ക് മസ്റ്റായിട്ടും ഇൻഷുറൻസ് വേണം. പക്ഷേ ഇവിടെ ഏത് വിസയിൽ വന്നാലും ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ല. കാരണം എൻ്റെ അമ്മ വന്ന സമയത്ത് അമ്മ വന്നപ്പോഴും എടുത്തു. എടുത്തതിന്റെ നന്നായെന്ന് തോന്നാൻ കാര്യം, അമ്മയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അസുഖമൊക്കെ ആയിരുന്നു, വയ്യാതെ വന്നു. പിന്നെ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി പൈസ ആയിരുന്നു അന്ന്. അല്ല, അമ്മയ്ക്ക് മാത്രമല്ല, ഒരിക്കൽ 2017 അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് ഇതുപോലെ തലകറക്കം രാവിലെ. അച്ഛന് ഇയർ ബാലൻസിങ്ങിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലകറക്കം സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും വയ്യ. അപ്പോൾ ഞങ്ങൾ 911 വിളിച്ചിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അന്ന് അവിടെ ഒരു 6-7 മണിക്കൂർ എന്തോ ഇരുന്നു. അപ്പോൾ ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ആയിരുന്നു. അന്ന് നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്തത്. അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ $1500. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, ഇൻഷുറൻസ് പലരും വിചാരിക്കും ഇൻഷുറൻസ് ഒന്നും എടുക്കേണ്ട കുഴപ്പമില്ലായിരിക്കും. ഇതിന് മുന്നും കേട്ടിട്ടില്ല ഇൻഷുറൻസ് എടുക്കാതെ ഒരു വന്ന ഫാമിലി, പ്രതീക്ഷിക്കാതെ ഒരച്ഛന് ഇതുപോലെ. ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന്. പക്ഷെ അത് നമ്മുടെ കാര്യമല്ല പറഞ്ഞ, വേറൊരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പുള്ളി അച്ഛൻ എന്തോ മരിച്ചെന്തോ എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നത്. അപ്പം എപ്പോഴും ഇൻഷുറൻസ് എടുക്കണം, ഇച്ചിരി പൈസ ആയാലും വേണ്ടിയില്ല പാരന്റ്സിനെ കൊണ്ടുപോയി. അല്ലെങ്കിൽ റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് അച്ഛന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ഫുൾ എമൗണ്ട് കിട്ടി. അപ്പോൾ അതാണ് ഈ വിസിറ്റർ വിസയുടെ സൂപ്പർ വിസയുടെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ PR ആണ് എപ്പോഴും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇവിടെ നമ്മൾ പേരൻസ് വരുവാണെങ്കിൽ, കാര്യം നമുക്ക് കിട്ടുന്ന എല്ലാ റൈറ്റ്സും അവർക്കും കിട്ടും PR ആകുമ്പോൾ. അപ്പോൾ ഈ PRൻ്റെ പേരൻസ് ഗ്രാൻഡ് പേരൻസിനുള്ള PRൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പേരൻസ് ഗ്രാൻഡ് പേരൻസ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. PSGP അങ്ങനത്തെ ആണ് പറയുന്നത്. PGP പേരൻസ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം. അതെ, PGP എന്ന് പറയുന്നത്. അപ്പോൾ ഈ PGP പ്രോഗ്രാം തുടങ്ങിയത് എനിക്കൊന്ന് 2014 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഒരു 5000 പേര് ആ ഒരു കൗണ്ടിലാണ് തുടങ്ങിയത്. ഓരോ കൊല്ലം ഇങ്ങനെ കൗണ്ട് കൂട്ടും. ഇതൊരു ലോട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഞങ്ങൾ അത് അപ്ലൈ ചെയ്തത് 2020 ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരാദ്യം നമ്മളൊരു എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കണം, നമുക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ളത്. എല്ലാ കൊല്ലം നവംബറിൽ നമ്മളൊരു എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കണം. അത് ആ നവംബറിൽ ഓപ്പൺ ചെയ്യും. നമ്മൾ ആ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിയുമ്പോൾ ജനുവരിയിൽ, പിന്നെ അടുത്ത കൊല്ലം ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മൾ ലോട്ടിൽ വന്നാൽ അവർ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് അയച്ചു തരും. നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 2020 നവംബറിൽ ഇതുപോലെ എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചു. പക്ഷേ നമുക്ക് ജനുവരിയിൽ കിട്ടിയില്ല. അപ്പോൾ 2020 കിട്ടിയില്ല. 2019 ഇൻട്രസ്റ്റ് കാണിച്ചു. 2020 ഇത് ആപ്ലിക്കേഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നുകൊണ്ട് ഇവിടുത്തെ കുറേ വിസയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ചൊന്ന് മാറ്റിയ സമയമായിരുന്നു. ഈ ചിലർക്ക് PR കിട്ടാനൊക്കെ ആ സമയത്ത് ഇവിടെ കുറച്ച് എളുപ്പമായിരുന്നു, ഈ സ്റ്റുഡൻസിനൊക്കെ വർക്ക് പെർമിറ്റിലുള്ളവർക്കൊക്കെ. അപ്പോൾ ആ സമയത്ത് ഈ പ്രോഗ്രാം ഇച്ചിരി അവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി കൗണ്ട് കൂട്ടി. അതായത് എനിക്കൊന്ന് അന്ന് 25,000 30,000 അത് 50,000 അത്രയും പേർക്ക് എങ്ങാണ്ട് കൊടുത്തെന്ന് തോന്നുന്നു ഒറ്റയടിക്ക് ഈ PGP പ്രോഗ്രാമിലൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി ആ സമയത്ത്. അപ്പോൾ അതൊരു ലക്കിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മളന്ന് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു അല്ലേ.
രണ്ടുപേർക്കും നോക്കി. പിന്നെ പക്ഷെ എലിജിബിലിറ്റി നമുക്ക് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് എലിജിബിലിറ്റി ഉണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം, അതായത് അടുപ്പിച്ച് 3 വർഷം നമ്മൾ ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ എത്ര പേര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ അടുപ്പിച്ച് 3 വർഷം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിപ്പോൾ ഹസ്ബൻഡും വൈഫിൻ്റെയും കൂടെ ഇൻകം ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസ് എത്ര പേരുണ്ടെന്ന് കാണിക്കണം. ഇപ്പം ഞങ്ങളാണെങ്കിൽ വീട്ടിൽ 5 പേരുണ്ട്, പിള്ളേർ ഉൾപ്പെടെ 5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും കൂടെ നോക്കിയത്. അപ്പോൾ ടോട്ടൽ ഡിപ്പെൻഡൻസ് 7 പേര് വരും. അപ്പോൾ ആ 7 പേർക്ക് ജീവിക്കാനുള്ള ഒരു ഇൻകം കാണിക്കണം, ഉണ്ടോയെന്ന് അവർ നോക്കും, കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം. അപ്പോൾ അവർക്കൊരു സ്ലാബുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞങ്ങളുടെ നോക്കിയ സമയത്ത് നമുക്ക് ഒരാൾക്കേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് 6 പേർക്കേ പറ്റത്തുള്ളായിരുന്നു, ടോട്ടൽ 7 പേർക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം. അച്ഛനൊന്ന് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ അച്ഛന് വേണ്ടി നോക്കാം, അമ്മയ്ക്ക് തൽക്കാലം വിസിറ്റർ വിസയിൽ പോകാം, പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യാമായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛന് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് പിന്നെ അച്ഛന് ഇച്ചിരി വയ്യായികയൊക്കെ വന്നു. ഇതിന് ബയോമെട്രിക്കിനും ബാംഗ്ലൂരിലും ഒക്കെ പോകേണ്ടി വരും. പിന്നെ നമ്മള് മെഡിക്കൽ എടുക്കാൻ എന്തായാലും കിട്ടി. കാരണം ഇത് എല്ലാവർക്കും ലോട്ടറി പോലല്ലേ, അതിപ്പോ എല്ലാവർക്കും കിട്ടാറില്ല. നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയതാ. അപ്പം ഞങ്ങൾ പിന്നെ അച്ഛന് പകരം അമ്മയ്ക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് ഒരു ഓപ്പർച്യൂണിറ്റി അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ചെയ്തു. പിന്നെ അച്ഛന് യാത്ര ചെയ്യാനൊന്നും വയ്യാത്തൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. അല്ലല്ല, കിടപ്പിലൊന്നും അസുഖങ്ങളൊക്കെ ആയിരുന്നു, ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കാര്യം ഇരിക്കുന്ന ഇരിപ്പിൽ പ്രഷർ കൂടുക, ഷുഗർ ഡൗൺ ആവുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആവും തോന്നി. പിന്നെ ബാംഗ്ലൂരും ഒക്കെ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം പിന്നെ നമ്മൾ അമ്മയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ 2020 ഒക്ടോബറിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അപ്ലൈ ചെയ്തത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ PR കിട്ടിയത് കറക്റ്റ് PR പാസ്പോർട്ട് വിസ അടിച്ച് അമ്മയുടെ കൈ കിട്ടിയത് 2 മാസം മുന്നാണ്, അല്ലേ? അപ്പോൾ ഒരു 2 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പ്രോസസ്സ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മരിച്ചു. പക്ഷേ അച്ഛൻ വരുന്നില്ല എങ്കിൽ കൂടി തന്നെ ഇവർ ഈ പ്രോസസ്സിൽ PR വരുന്ന ആളുടെ സ്പൗസിന്റെ ഡീറ്റെയിൽസും അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തു. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇമെയിൽ ഒക്കെ വരുമായിരുന്നു. എന്നിട്ട് ഒരു തവണ ഞങ്ങൾക്ക് വന്നത് എന്തോ എലിജിബിലിറ്റിയിൽ എന്തോ ഒരു പ്രശ്നം കാണിച്ചു. അതായത് ഏതോ ഒരു ടൈം ഫ്രെയിമിൽ അവർ ഉദ്ദേശിക്കുന്ന ഇൻകം നമുക്കില്ല എന്ന് വന്നു. ഞാൻ കാരണം ഒരു 3.5 കൊല്ലം അടുപ്പിച്ച് മെറ്റേണിറ്റിയിലായിരുന്നു. കല്യാണി ജനിച്ച സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയ വീണ്ടും. അപ്പൊ പിന്നെയും കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കാശിയുടെ തന്നെ മെറ്റേണിറ്റി ലീവിന് പോയി. അങ്ങനെ ഒരു 3.5 കൊല്ലം ഇൻകം കുറവായിരുന്നു. മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ കാണിക്കേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ട് ഇത്രയും കരഞ്ഞു കാണിച്ച് ഇമെയിൽ അയച്ചു വീണ്ടും. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പറഞ്ഞാൽ 2023 അവർ ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2020 കോവിഡ് ടൈമിൽ ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ കുറേ പേര് എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചായിരുന്നു. അവർ കുറേ പേരൊക്കെ ഇത് കൊടുത്തായിരുന്നു, എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റിനുള്ള ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു പൂളിൽ കുറേ ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആ പൂൾ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ Canada.ca വെബ്സൈറ്റ് എടുത്ത് നോക്കി അവർ പറയുന്നുണ്ട് 2023 അവർ ഇപ്പോൾ പുതിയതായിട്ട് ആർക്കും ഇത് കൊടുക്കുന്നില്ല, ഈ വിസ കൊടുക്കുന്നില്ല. 2020 പൂളിലുള്ളവർക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 15,000 ആളുകളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മേ ബി നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഓപ്പൺ ആവുമായിരിക്കും. ഇത് ഓപ്പൺ ആവുന്ന സമയം എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നവംബറിലാണ് ഇതിൻ്റെ എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നോർമലി അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ജനുവരിയിൽ അവർ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. വരുമ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല, കാരണം കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇൻ കേസ് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. വന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു പോകാം. എനിക്ക് താല്പര്യമില്ലെങ്കിലും എപ്പോഴും ഉള്ളത് നല്ലതാണ്. എപ്പോഴും വരുമ്പോൾ പിന്നെ നമുക്ക് ഇത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. PR നമ്മുടെ എല്ലാം കവറാവും. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അമ്മ ഏപ്രിൽ 4-ാം തീയതി, അല്ലേ? ഏപ്രിൽ 4-ാം തീയതി കാനഡയിൽ കാലുകുത്തുന്നതായിരിക്കും. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നുമില്ല. ചേട്ടൻ ഇപ്പോഴും ജോലിയില്ല. ഇത് എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്നാലും അറിയാൻ ആകാംക്ഷ കാണുമല്ലോ. എനിക്ക് തോന്നുന്നു ഈ അടുത്തുള്ള വീഡിയോയിൽ ഈ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ജോലി ഇല്ലാത്തതിനെ കുറിച്ച് പറയാത്തത്. അത് ഇനി എനിക്ക് തോന്നുന്നു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഈ ഒരു ഇപ്പോൾ ഹോളിഡേയ്സ് ആവുകയാണല്ലോ ഡിസംബർ. ഇനി എന്തെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് ജോബ് മാർക്കറ്റൊക്കെ ഒന്ന് അപ്പാവണമെങ്കിൽ ജനുവരി ഒക്കെ ആവും. ഇപ്പം എല്ലാവരും അവധിയൊക്കെ തുടങ്ങി. ഇപ്പം തന്നെ ഞങ്ങളുടെ അവിടെ ഒന്നും ആരും ഇല്ല ഓഫീസിൽ. ഞാനും 2 ആഴ്ച കഴിയുമ്പോൾ അവധിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഞാൻ എന്തായാലും അടുത്ത ആഴ്ച വേറൊരു നല്ലൊരു വീഡിയോ നിൽക്കാം. ഞാൻ പറയും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള അതിനകത്ത് അപ്പം എനിക്ക് കിട്ടുന്നില്ല. സംഭവം വന്നപ്പം ഒരാൾക്കേ പറ്റത്തുള്ളൂ. അല്ല പിന്നെ അല്ലടി നാട്ടുകാർക്ക് എല്ലാം പറ്റും. എനിക്ക് ഫ്ലോ വരുന്നില്ല. നമുക്ക് എന്ത് വരുന്നു എനിക്ക് ശാന്തം